അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 1-ാം ക്ലാസ്സിൻ്റെ പാർട്ട് 2 കിതാബിലെ 9-ാമത്തെ പാഠഭാഗമാണ്. അദ്ദർസു താസിഉ, പാഠം 9, അൽ അദദ്, എണ്ണങ്ങൾ. എണ്ണം മീൻസ് നമ്പേഴ്സ്. ഓക്കെ, നോക്കൂ, ഓരോ പഴക്കൂടയും ആ പഴക്കൂടയിൽ പഴങ്ങളും തന്നിട്ടുണ്ട്. എന്ത് പഴമാണ് തന്നിരിക്കുന്നത്? അമ്പജാണല്ലേ, മാങ്ങയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അറബിയിൽ ഇത് എങ്ങനെയാണ് എണ്ണാൻ പോകുന്നതെന്നാണ് പഠിക്കുന്നത്. അറബിയിൽ ഒന്നിനെന്താണ് പറയുന്നത്? വാഹിദ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ പഴക്കൂടയിൽ എത്ര പഴമുണ്ട്? എത്ര മാങ്ങയുണ്ട്? ഒരു മാങ്ങയാണ് ഉള്ളത്. അതിനെന്താ പറയുക? വാഹിദ്. ഈ വാഹിദ് എന്ന് എങ്ങനെയാണ് എഴുതുന്നത് അറബിയിൽ? ഇങ്ങനെയാണ് എഴുതുന്നത് കേട്ടോ. ഇനി അടുത്തത് നോക്കിയേ, 2 പഴങ്ങളുണ്ട് ആ പഴക്കൂടയിൽ. 2 എണ്ണത്തിന് എന്താ പറയുക? ഇസ്നാനി. കണ്ടോ? ഇസ്നാനി എങ്ങനെ എഴുതുന്നതെന്ന് കണ്ടല്ലോ. നോക്ക്, വാഹിദ്, ഇസ്നാനി. ഇനി അടുത്തത് 3 പഴമുണ്ട്, 3 മാങ്ങയുണ്ട്. ആ 3 മാങ്ങയ്ക്കും കൂടി എത്ര ആ 3 എണ്ണത്തിന് എന്താ പറയുക? സലാസ എങ്ങനെ എഴുതുന്നതെന്ന് നോക്കി. ഇസ്നാനി എഴുതിയതിൻ്റെ കൂടെ ഒരെണ്ണവും കൂടി ഇട്ടല്ലേ, സലാസ. അപ്പോൾ ഒന്ന് നോക്കിയേ, വാഹിദ്, ഇസ്നാനി, സലാസ. വാഹിദ്, ഇസ്നാനി, സലാസ. വാഹിദ്, ഇസ്നാനി, സലാസ. ഇനി നോക്കിയേ, 4 മാങ്ങയുണ്ട്. 4 മാങ്ങയ്ക്ക് എങ്ങനെ എണ്ണുന്ന? വാഹിദ്, ഇസ്നാനി, സലാസ, അർബഅ. 4ാമത്തേന് എന്താ പറയുക? അർബഅ. വാഹിദ്, ഇസ്നാനി, സലാസ, അർബഅ എങ്ങനെ എഴുതുന്നതെന്ന് കണ്ടോ? അർബഅ. ഇനി അടുത്ത നോക്കി, വാഹിദ്, ഇസ്നാനി, സലാസ, അർബഅ, ഖംസ. 5ാമത്തേന് എന്താ പറയുക? ഖംസ. എങ്ങനെയാണ് ഖംസ എഴുതുന്നത്? കണ്ടോ? അടുത്ത പാത്രം നോക്കി, അതിൽ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കി. വാഹിദ്, ഇസ്നാനി, സലാസ, അർബഅ, ഖംസ, സിത്ത. 6ാമത്തേന് എന്താ പറയുന്നത്? സിത്ത. 6 എങ്ങനെ എഴുതുന്നതെന്ന് കണ്ടോ? അപ്പോൾ ഒന്നും കൂടെ നോക്കി, വാഹിദ്, ഇസ്നാനി, സലാസ, അർബഅ, ഖംസ, സിത്ത. ഇനി 7 എന്താ പറയുന്നതെന്ന് നോക്കാം. വാഹിദ്, ഇസ്നാനി, സലാസ, അർബഅ, ഖംസ, സിത്ത, സബഅ. വാഹിദ്, ഇസ്നാനി, സലാസ, അർബഅ, ഖംസ, സിത്ത, സബഅ. എത്രയാണ്? 7. ഇനി 8 എത്രയാണ് പറയുന്നത് നോക്കിയാലോ. വാഹിദ്, ഇസ്നാനി, സലാസ, അർബഅ, ഖംസ, സിത്ത, സബഅ, സമാനിയ. കണ്ടോ? സമാനിയ എങ്ങനെ എഴുതുന്നത്? സബഅ എഴുതുന്നത് തിരിച്ചിടുമ്പോൾ സമാനിയായാകും. കണ്ടോ? ഇനി നമുക്ക് 9 നോക്കാം. വാഹിദ്, ഇസ്നാനി, സലാസ, അർബഅ, ഖംസ, സിത്ത, സബഅ, സമാനിയ, തിസ്അ. കണ്ടോ? 9. തിസ്അ എങ്ങനെ എഴുതുന്നതെന്ന് കണ്ടോ? ഇനി അടുത്തത് നോക്കാം. വാഹിദ്, ഇസ്നാനി, സലാസ, അർബഅ, ഖംസ, സിത്ത, സബഅ, സമാനിയ, തിസ്അ, അഷറ. 10 എന്താ പറയുക? അഷറ. 10 എങ്ങനെയാണ് പറയുന്നത്? അഷറ. 10 എഴുതുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ? അപ്പോൾ ഒന്നും കൂടി നോക്കിയേ. വാഹിദ് എങ്ങനെ എഴുതുന്നത്? ഇസ്നാനി എഴുതുന്നത് കണ്ടോ? സലാസ, അർബഅ, ഖംസ, സിത്ത, സബഅ, സമാനിയ, തിസ്അ, അഷറ. അപ്പം ഒന്നും കൂടി നോക്കിയേ. വാഹിദ്, ഇസ്നാനി, സലാസ, അർബഅ, ഖംസ, സിത്ത, സബഅ, സമാനിയ, തിസ്അ, അഷറ. അപ്പോൾ 10 വരെ എണ്ണാൻ പഠിച്ചല്ലോ. എങ്ങനെ എഴുതേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇനി ഇതൊന്ന് എഴുതി നോക്കണം കേട്ടോ. ഇനി നമുക്ക് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി നമ്പർ 1, എണ്ണം അറബിയിൽ എഴുതാം. അറബിയിലാണ് എഴുതേണ്ടത്. എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയേ. വാഹിദ്, ഇസ്നാനി, സലാസ, അർബഅ മീൻസ് 4 എണ്ണം അല്ലേ. വാഹിദ്, ഇസ്നാനി, സലാസ, അർബഅ. അപ്പോൾ ഇവിടെ അർബഅ എഴുതണം. അർബഅ എന്ന് എഴുതണം കേട്ടോ.
ഇനി അടുത്തത് വാഹിദ്, ഇസ്നാനി, സലാസ. എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. സലാസ, അപ്പോൾ ഇവിടെ സലാസ 3 ഇവിടെ എഴുതണവേ. സലാസ 3 എണ്ണം. ഇനി നോക്കിയേ, വാഹിദ്, ഇസ്നാനി, സലാസ, അർബഅ, ഖംസ, സിത്ത. ഇവിടെ എത്ര കപ്പുണ്ട്? സിത്ത ഉണ്ടല്ലേ, 6 കപ്പുണ്ട്. അപ്പോൾ സിത്ത ഇവിടെ എഴുതണവേ, സിത്ത. അപ്പോൾ ഇനി നോക്കിയേ, രണ്ടാമത്തെ ആക്ടിവിറ്റി, വിട്ടുപോയ നമ്പറുകളുടെ അറബി പേര് എഴുതാം. അപ്പോൾ ഇവിടെ ഏതൊക്കെ നമ്പറാണ് ഇല്ലാത്തതെന്ന് ആദ്യം കണ്ടുപിടിക്കണം. വാഹിദുണ്ട്, ഇസ്നാനി ഇല്ല അല്ലേ, അപ്പോൾ ഇസ്നാനി എഴുതണം. അടുത്ത സലാസ ഉണ്ട്, അർബഅ ഇല്ല, അർബഅ എഴുതണം. ഖംസ ഉണ്ട്, സിത്ത ഉണ്ട്, സബഅ ഇല്ല, സബഅ എഴുതണം. സമാനിയ ഉണ്ട്, തിസ്അ ഇല്ല, പിന്നെന്താ ഉള്ള? അഷറയുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് വിട്ടുപോയ നമ്പറെന്ന് ഓർമ്മയുണ്ടല്ലോ, അതെല്ലാം ക്രമത്തിൽ ഇവിടെ എഴുതി ചേർക്കണം. വാഹിദ്, ഇസ്നാനി, സലാസ, അർബഅ, ഖംസ, സിത്ത, സബഅ, സമാനിയ, തിസ്അ, അഷറ. എന്നിട്ട് വിട്ടുപോയതിൻ്റെ എല്ലാം അടിയിൽ വരയ്ക്കുക. ഓക്കെ. അപ്പോൾ ഇനി അടുത്തത് നോക്കാം, ചേരുംപടി ചേർക്കാം. ഇവിടെ അറബിയിലും തന്നിട്ടുണ്ട്, അറബി അക്കത്തിലും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണോ ജോയിൻ ചെയ്യേണ്ടത് അതുപോലെ മാച്ച് ചെയ്യണം. ഓക്കെ. ഹംസ, ഹംസ എവിടെ കിടക്കുന്നത്? ഇവിടെയാണല്ലേ, അപ്പോൾ ഇത് യോജിപ്പിക്കുക. അടുത്ത വാഹിദ്, വാഹിദ് എവിടെയാണ്? ഇവിടെ, അപ്പോൾ ഇത് യോജിപ്പിക്കുക. സബഅ, സബഅ ഏതാണ്? ഇവിടെ യോജിപ്പിക്കുക. തിസ്അ, തിസ്അ എവിടെയാണ്? ഇവിടെ യോജിപ്പിക്കുക. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നോക്കിയേ, നാലാമത്തെ ആക്ടിവിറ്റി നോക്കൂ. 2ൻ്റെ കോളത്തിന് പച്ചയും 6ൻ്റെ കോളത്തിന് ചുവപ്പും നിറം കൊടുക്കാം. ഇതിൽ 2 എവിടെയൊക്കെ വരുന്നു, അതായത് ഇസ്നാനി എവിടെയൊക്കെ വരുന്നോ അതിനെല്ലാം നമ്മൾ പച്ച നിറം കൊടുക്കണം. ഇനി സിത്ത എവിടെയൊക്കെ വരുന്നോ അവിടെയെല്ലാം നമ്മൾ ചുവപ്പ് നിറം കൊടുക്കണം. അപ്പോൾ ഇസ്നാനി എവിടെയൊക്കെയാണ് വരുന്നത്? ഇസ്നാനി എവിടെയൊക്കെയാണ്? ഇത് ഇസ്നാനിയാണോ? അല്ല. പിന്നെ ഇത് ഇസ്നാനിയാണോ? അതെ. അപ്പോൾ ഇവിടെ എന്ത് നിറം കൊടുക്കണം? പച്ച കൊടുക്കണം. ഇനി ഇവിടെ ഇസ്നാനി ഉള്ളത്, ഇവിടെ ഒരു ഇസ്നാനി ഉണ്ട്, അവിടെ പച്ച നിറം കൊടുക്കണം. ഇവിടെ ഒരു ഇസ്നാനി ഉണ്ട്, അവിടെയും പച്ച നിറം കൊടുക്കണം. ഇവിടെ ഒരു ഇസ്നാനി ഉണ്ട്, അവിടെയും പച്ച നിറം കൊടുക്കണം. ഇനി ഈ കോളത്തിലുണ്ടോ? ഇല്ല. ഈ കോളത്തിൽ ഏതാ ഉള്ളത്? സിത്ത ആണുള്ളത്. സിത്തയ്ക്ക് എന്ത് നിറം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ചുവപ്പ് കൊടുക്കണം അല്ലേ. ഇവിടെ അപ്പോൾ റെഡ് കളർ കൊടുക്കണം, ഇവിടെ റെഡ് കൊടുക്കണം. ഇനി എവിടെയാ? ഇനി എവിടെയെങ്കിലും ഉണ്ടോ? ഇവിടെയുണ്ട്. ഇവിടെ സിത്തയുണ്ട്, ഇവിടെ റെഡ് കൊടുക്കണം. ഇനി ഇവിടെ റെഡ് കൊടുക്കണം. ഇവിടെ ഇനി ഏത് കളറാ? ഇവിടെ റെഡ് അല്ല, ഇത് ഇസ്നാനിയാണല്ലേ. ശ്രദ്ധിച്ച് നോക്കണേ, ഇസ്നാനിയും സിത്തായും തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഇസ്നാനി അങ്ങോട്ടും സിത്ത ഇങ്ങോട്ടുമാണ് വരുന്നത്. അപ്പോൾ അത് നോക്കി നിറം കൊടുക്കണം. അപ്പോൾ പാഠഭാഗം മനസ്സിലായല്ലോ. അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. അടുത്ത ആക്ടിവിറ്റി നോക്കാം. 5 വായിക്കാം. ഇവിടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, ഇതെല്ലാം വായിക്കാനാണ് പറയുന്നത്. ഇതിലെല്ലാം നമ്മളിപ്പോൾ പഠിച്ച നമ്പേഴ്സിൻ്റെ വാക്കുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്, അതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. നോക്കി, വ ഇലാഹുക്കും ഇലാഹും വാഹിദ്, ഇസനാനി റവാ അദിലിം മിൻകും, ഫസിയാമു സലാസത്തി അയ്യാമിൻ, ഫഖുദ് അർബഅതം മിനത്വൈർ, ബിഖംസത്തി ആലാഫിം മിനൽ മലായിക, ഫി സിത്തത്തി അയ്യാം, ലഹാ സബഅതു അബ്വാബ്, ഫൗഖഹും യൗമഇദിൻ സമാനിയ, വകാന ഫിൽ മദീനത്തി തിസ്അതു റഹ്ത്, തിൽക അഷറത്തുൻ കാമില. അപ്പോൾ വായിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇതിൽ നമ്പേഴ്സ് ഒന്ന് നോക്കിയാലോ. വാഹിദ്, ഇസ്നാനി, സലാസ, അർബഅ, ഖംസ, സിത്ത, സബഅ, സമാനിയ, തിസ്അ, അഷറ. കണ്ടോ? അപ്പോൾ ഇത് വായിക്കുക, മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്പേഴ്സിന് അറബിയിൽ എങ്ങനെയാണ് പറയുന്നതെന്നും അതുപോലെ നമ്പേഴ്സ് എങ്ങനെയാണ് എഴുതേണ്ടതെന്നും എല്ലാം മനസ്സിലാക്കി വെക്കുക, പഠിച്ചു വെക്കുക കേട്ടോ.
അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത പാഠഭാഗവുമായി കാണും വരെ മഅസ്സലാമ.